ഇതുപോലെ എരിഞ്ഞു തീരാനാണല്ലോ തൻ്റെയും വിധിയെന്ന് ഓർത്തുകൊണ്ട് അവൾ പുച്ഛത്തോടെ മുഖം കൂട്ടിക്കൊണ്ട് വിരലുകൾക്കിടയിൽ എരിഞ്ഞുകൊണ്ടിരുന്ന സിഗരറ്റിലേക്ക് ഉറ്റുനോക്കി. അച്ഛൻ നഷ്ടപ്പെട്ടതിന് ശേഷം ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ അടുക്കളപ്പണിക്ക് പോയ താനിന്ന് ബാംഗ്ലൂർ നഗരത്തിലെ അറിയപ്പെടുന്ന വേശ്യയായതോർത്ത് ഒന്ന് ദീർഘശ്വാസം എടുത്തു. അതാവും തൻ്റെ വിധി. അല്ലെങ്കിൽ ഉത്തരമില്ലാത്ത എല്ലാത്തിനെയും വിധി എന്ന രണ്ടക്ഷരത്തിൽ ഒതുക്കുന്നതാണല്ലോ നമ്മൾ മനുഷ്യരുടെ ഒരു രീതി. ആദ്യ ദിവസത്തെ എന്നതുപോലെ ഇന്നും തൻ്റെ ആദ്യരാത്രിയായിരുന്നു. ഓരോ പുരുഷനും ഒപ്പമുള്ള ഓരോ ആദ്യരാത്രികളിലൊന്ന്. തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എത്രയെത്ര എണ്ണമറ്റ ആദ്യരാത്രികൾ കടന്നുപോയെന്ന് അവൾ ഓർത്തു. ആർക്കൊപ്പമായിരുന്നു തൻ്റെ ആദ്യ ദിനം? രാമണ്ണൻ. കൊച്ചുമകളുടെ പ്രായമാണ് തനിക്കെന്ന് പോലും ഓർക്കാതെ അയാളായിരുന്നു ആദ്യമായി തന്നിൽ ആഴ്ന്നിറങ്ങിയത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ദിവസങ്ങൾ. തനിക്ക് ആരും നോക്കുക പോലും കാണാൻ കഴിയാത്ത ഒരു വിധം എല്ലാം നഷ്ടപ്പെട്ട ദിനവും അതായിരുന്നു. പൊടിഞ്ഞു വന്ന കണ്ണുനീർ പുറം കൈകൊണ്ട് തുടച്ചവൾ വിരലുകൾക്കിടയിൽ വച്ചിരുന്ന സിഗരറ്റ് ഒന്ന് ആഞ്ഞു വലിച്ചു. പക്ഷെ ആരായിരുന്നു ആദ്യമായി തന്റെ സമ്മതത്തോടെ ശരീരത്തിൽ തൊട്ടത്? ആവോ, ഓർമ്മയില്ല. അല്ലെങ്കിലും കാശിയരുന്ന് ആരാണ് തനിക്ക് പേരും അഡ്രസ്സും പറഞ്ഞു തന്നിട്ടുള്ളത്? എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഭാവമല്ല അവരിലൊന്നും കണ്ടിട്ടുള്ളത്. അല്ലെങ്കിലും ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന കോണ്ടം പോലെയല്ലേ ഞങ്ങളെപ്പോലെയുള്ള എല്ലാവരും. പക്ഷെ ഇന്നത്തെ രാത്രി എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഞാനൊരു പെണ്ണാണെന്നും എന്നിൽ സംതൃപ്തി ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടെന്നും അയാൾ എനിക്ക് കാണിച്ചു തന്നു. അതിലും വലിയൊരു കാര്യം അയാൾ എനിക്ക് തന്നിട്ടുണ്ട്. എന്നെ പോലൊരാൾക്ക് ഒരിക്കലും സ്വപ്നം കാണാനോ ആഗ്രഹിക്കാനോ പോലും യോഗ്യതയില്ലാതെ ഞങ്ങൾക്ക് ആരും തരാൻ മടിക്കുന്ന ഒന്ന്. മഞ്ഞച്ചരടിൽ കോർത്തൊരു താലി. അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് നോക്കി. അവിടെ ഒന്നും അറിയാതെ ഉറങ്ങുന്ന ആളെ കണ്ടവൾ നേർമയായി ഒന്ന് പുഞ്ചിരിച്ചു. ഒരു രാത്രിക്ക് എന്താ തന്റെ വില? മലയാളത്തിലുള്ള ചോദ്യം കേട്ടവൾ തന്റെ മടിയിലിരുന്ന 3.5 വയസ്സുള്ള കുഞ്ഞിനെ കൂടെ ഉണ്ടായിരുന്ന ചഞ്ചലിനെ ഏൽപ്പിച്ചവളെ അകത്തേക്ക് പറഞ്ഞു വിട്ട ശേഷം വന്നയാളെ ഒന്ന് അടിമുടി നോക്കി. ഏറിപ്പോയാൽ 25 വയസ്സ് പ്രായം കാണും. ഇരുനിറമെങ്കിലും ഉറച്ച ശരീരമാണെന്ന് കണ്ടാലേ അറിയാം. നീണ്ട മുടി വെട്ടിയൊതുക്കി ജെൽ തേച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രേ കളർ ടൈറ്റ് ഷർട്ടും നീല ജീൻസും, കാലിൽ കറുപ്പുഷു, ഇടം കൈയിൽ വില കൂടിയ വാച്ച്. അയാളിൽ നിന്ന് ഏതോ വിദേശ സ്പ്രേയുടെ മണം അവിടമാകെ പരക്കുന്നുണ്ടായിരുന്നു. ഉമ്മറത്തിട്ട ബെഞ്ചിൽ നിന്നും കുഞ്ഞിന്റെ ഡ്രസ്സുകളും കളിപ്പാട്ടങ്ങളും ഒരു മൂലയിലേക്ക് നീക്കി വെച്ചുകൊണ്ടിരുന്നവൾ അവനിരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഒരു മടിയും കൂടാതെ അവൻ അവിടെ കയറി ഇരുന്നു കൊണ്ട് ചുറ്റും നോക്കി. എന്താണോ ചോദിച്ചത് കേട്ടില്ലേ? അപ്പോഴും സൗമ്യമായിരുന്നു അവന്റെ ശബ്ദം. 1500 രൂപ. എന്തേ? 1500 രൂപയോ? ആശ്ചര്യത്തോടെയുള്ള അവന്റെ ചോദ്യം കേട്ടവൾ പുച്ഛത്തോടെ അവനെ നോക്കി. എന്തേ, റേറ്റ് കൂടിപ്പോയോ? ഹേ, ഒട്ടും കൂടുതലല്ല. ഞാൻ 3000 തരാം. തനിക്ക് ഇന്ന് എൻ്റെ കൂടെ വരാൻ പറ്റുമോ? അതൊക്കെ വരാം, പക്ഷെ ഒരു സമയം ഒരാൾ മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ. സമ്മതമാണെങ്കിൽ ഞാൻ വരാം. ആ കാര്യത്തിൽ താൻ പേടിക്കണ്ട, ഞാൻ മാത്രമേ കാണൂ. അല്ലെങ്കിലും എൻ്റേതൊന്നും തന്നെ ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാറില്ല. ശബ്ദം കുറച്ചാണ് അവൻ പറഞ്ഞതെങ്കിലും അവളത് വളരെ കൃത്യമായി കേട്ടിരുന്നു. എവിടെയാ വരേണ്ടതെന്ന് വെച്ചാൽ അതും പറഞ്ഞ് കാശ് തന്നിട്ട് താൻ പോകാൻ നോക്ക്. അയാൾ പറഞ്ഞത് കേട്ട ഭാവം നടിക്കാതെ അവൾ വീടിനകത്തേക്ക് നോക്കി. അത് തൻ്റെ കുഞ്ഞാണോ? എന്തേ, പെറ്റതാണെങ്കിൽ ഈ തൊഴിലിന് കൊള്ളൂലേ? ഹേയ്, ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ കുഞ്ഞിനെ കണ്ടപ്പോൾ ചോദിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഷാർപ്പ് 4 മണിക്ക് കർമ്മ ഹോട്ടലിൽ എത്തിയാൽ മതി. ഞാനവിടെ കാത്തിരുന്നോളാം. പോക്കറ്റിൽ നിന്നും 500ന്റെ 6 നോട്ടുകൾ എടുത്തവൻ അവൾക്ക് നേരെ നീട്ടി. ശരി. കാശ് വാങ്ങി എണ്ണി നോക്കിയ ശേഷം അവളത് മടക്കി ഉമ്മറത്തെ ശിവഭഗവാന്റെ കുഞ്ഞു ഫോട്ടോയ്ക്ക് മുന്നിലായി വെച്ചു. അത് കണ്ട അയാളൊന്ന് മന്ദഹസിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ മുറ്റത്തേക്ക് ഇറങ്ങി. കാശ് തന്നയാൾ തിരികെ പോകുമ്പോൾ അവൾ ആ സ്ഥലത്ത് കൃത്യമായി എത്തുമോ എന്നുള്ള പോലുള്ള ചിന്ത അയാളിൽ ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടവൾ അത്ഭുതത്തോടെ അയാളെ തന്നെ നോക്കി നിന്നു. ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ച് കുഞ്ഞിനെ ചഞ്ചലിനെ ഏൽപ്പിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങി. 4 മണിക്ക് അയാൾ പറഞ്ഞ സ്ഥലത്തെത്തിയതും അവളോടൊന്നും ചോദിക്കുകയോ ഒരു വാക്കു വിണ്ടുകയോ ചെയ്യാതെ അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവൾക്കൊപ്പം ഒരു ക്ഷേത്രത്തിലെത്തി. അവിടെ വെച്ച് അവളുടെ സമ്മതം പോലും ചോദിക്കാതെ മഞ്ഞച്ചരടിൽ കോർത്ത പൂജിച്ച താലി കഴുത്തിൽ അണിയിച്ച ശേഷം നേരെ ഹോട്ടലിലേക്ക് തന്നെ തിരികെ വന്നു. ഒന്നും മനസ്സിലാവാതെ തരിച്ചു നിൽക്കുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ പതിയെ റൂമിലേക്ക് കയറി. ഹേയ്, ഹലോ. താലി കണ്ട് താൻ പേടിക്കൊന്നും വേണ്ട. എനിക്കെൻ്റെ ഭാര്യയെ മാത്രമേ ആ രീതിയിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അവളുടെ ശരീരത്തിൽ മാത്രമേ തൊടാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാ. അവളെ ബെഡിൽ പിടിച്ചിരുത്തിക്കൊണ്ട് അയാൾ താൻ ധരിച്ചിരുന്ന ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി ഊരിക്കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. കത്തി തീർന്ന സിഗരറ്റ് കൈവിരൽ പൊള്ളിച്ചതും എരിവ് വലിച്ചുകൊണ്ട് അവൾ സിഗരറ്റ് നിലത്തേക്ക് ഇട്ടുകൊണ്ട് കൈ കുടഞ്ഞു. കൈവിരൽ ചുവന്നിരിക്കുന്നത് കണ്ടവൾ വിരൽ വായിൽ വെച്ച ശേഷം അല്പം ഉമിനീർ അവിടെ പുരട്ടി. അഴിഞ്ഞുലഞ്ഞ സാരി ഒന്നുകൂടി നേരെ ഇട്ടുകൊണ്ട് അവൾ പതിയെ റൂമിലേക്ക് തിരികെ നടന്നു.
ബെഡിൽ അയാൾക്കടുത്തിരുന്നു കൊണ്ട് അവൾ അവന്റെ മുടിയിഴകളുടെ വിരലോടിച്ചു. അവളുടെ വിരലുകളുടെ തണുപ്പ് അറിഞ്ഞിട്ട് എന്നതുപോലെ അയാൾ പതിയെ കണ്ണുകൾ തുറന്നു. അരികിലിരിക്കുന്നവളെ കണ്ടവൻ നേർത്ത പുഞ്ചിരിയോടെ അവളുടെ മടിയിലേക്ക് തലവച്ച് ചേർന്ന് കിടന്നു. അയാളുടെ ആ പ്രവൃത്തിയിൽ ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നീട് അവളിലും ഒരു പുഞ്ചിരി ഉടലെടുത്തു. എന്താടോ ഒരു പുഞ്ചിരിയൊക്കെ? ഹേയ്, ഒന്നുമില്ല. എന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് മനസ്സിൽ പോലും കാണാൻ കഴിയാത്തൊരു കാര്യമല്ലേ ഇപ്പൊ നടന്നത്? അതെന്ത്? മലർന്ന് കിടന്നുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്നെ പോലെയുള്ളവർ ഓരോ ദിവസവും പുരുഷനൊപ്പം കിടക്കാം, പക്ഷേ പറയാൻ വന്നത് പാതിയിൽ നിർത്തിക്കൊണ്ട് അവൾ കഴുത്തിലെ താലിയിൽ അമർത്തി പിടിച്ചു. അത് കണ്ടവൻ പുഞ്ചിരിയോടെ അവളുടെ വലം കൈയിൽ കൈ ചേർത്ത് പതിയെ തലോടി. അത് ശരി, ആ ഭാഗ്യം തന്നെ. എൻ്റെ പേര് പോലും താൻ ഇതുവരെ ചോദിച്ചില്ല. അയ്യോ, അത് അത് പിന്നെ എനിക്കൊപ്പം ഇതുവരെ വന്ന ആരുടെയും പേര് ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. ചോദിച്ചാലും ഉത്തരം കള്ളാവും എന്നറിയാവുന്നത് കൊണ്ട് ചോദിക്കാറുമില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. താൻ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും എനിക്കരികിൽ നിന്ന് ഉത്തരം കിട്ടും. സംശയമുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. എഴുന്നേറ്റ് ചുമരിൽ ചാരി ഇരുന്നു കൊണ്ട് തൻ്റെ മുഖത്തേക്ക് നോക്കി ഉറപ്പോടെ പറയുന്നവനെ കണ്ടവൾ ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ അതിനു മുകളിൽ പുഞ്ചിരിയുടെ മൂടുപടം ധരിച്ചുകൊണ്ട് ആ ഭാവം മറച്ചു. ഹാ, ചോദിക്കാൻ പറഞ്ഞിട്ടിപ്പോ ചിരിച്ചുകൊണ്ടിരിക്കുന്നോ? ചോദിക്കടോ. എന്തിനാ എന്നെ താലി കെട്ടിയത്? വിക്കി വിക്കി തൻ്റെ ഉള്ളിൽ സംശയം ചോദിച്ചുകൊണ്ട് അവൾ ഉത്തരത്തിനായി പ്രതീക്ഷയോടെ അവനെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എനിക്ക് തോന്നി ഇതായിരിക്കും തനിക്ക് എന്നോട് ചോദിക്കാനുള്ളതെന്ന്. ചോദിച്ചത് തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം. ഹേയ്, താൻ ചോദിച്ചതിൽ എന്താണോ തെറ്റ്? ഞാൻ ചോദിക്കാൻ പറഞ്ഞിട്ടല്ലേ? തനിക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. 2 കൂട്ടുകാരുടെ കഥ. എന്തേ, തനിക്ക് കേൾക്കാൻ താല്പര്യം കാണുമോ? പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. ഒന്നുകൂടെ നേരെ ഇരുന്നു കൊണ്ട് അവൻ ബെഡിൽ നിന്നും ഒരു പില്ലോ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് കഥ കേൾക്കാൻ തയ്യാറായിരുന്നു. കഥ പറയാനായി അവന്റെ മുഖത്തേക്ക് നോക്കി. പറഞ്ഞോളൂ എന്ന അർത്ഥത്തിൽ ആംഗ്യം കാട്ടി. അത് കണ്ടവൻ തനിക്കരികിൽ ബെഡിലുണ്ടായിരുന്ന സിഗരറ്റ് പാക്കറ്റിൽ നിന്നും ഒരെണ്ണം എടുത്ത ശേഷം ആ പാക്കറ്റ് അവൾക്ക് നേരെ നീട്ടി. വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ 15-ാം വയസ്സിൽ വരെയും എന്തിനും ഏതിനും എനിക്കൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആകാശം ഇടിഞ്ഞു വീണാലും അവൾ എനിക്കൊപ്പം തന്നെ കാണും. അങ്ങനെ ഒരു കൂട്ട്. ഒരേ പ്രായക്കാരായിരുന്നത് കൊണ്ടാവും എനിക്ക് അവളൊന്നും പ്രിയപ്പെട്ടവളായിരുന്നു. ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയും ഞാൻ അവളെ തള്ളിക്കളയാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അപ്രതീക്ഷിതമായി അവളുടെ അച്ഛനും എൻ്റെ അച്ഛനും കിണറിടിഞ്ഞു വീണ് മരണപ്പെട്ടു. കൂലിപ്പണിക്കാരനായിരുന്ന അച്ഛന്മാർ പോയതും 2 വീടുകളും മുഴുപട്ടിണിയിലേക്ക് കൂപ്പുകുത്തി. കൂടപ്പിറപ്പുകളുടെ വിശപ്പും അമ്മമാരുടെ കണ്ണുനീരും അവളെ ആകെ തളർത്തി. ആശ്രയം നഷ്ടപ്പെട്ട 2 കുടുംബങ്ങളും പിടിച്ചു നിർത്താൻ ഞാൻ കിട്ടുന്ന ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ അത് തടഞ്ഞുകൊണ്ട് അവൾ 10-ാം ക്ലാസ് കഴിഞ്ഞതും പഠിത്തം നിർത്തി എവിടെയോ വീട്ടുജോലിക്കെന്നും പറഞ്ഞു പോയി. മാസാമാസം 2 വീടുകളിലും കാശ് വന്നു തുടങ്ങി. പതിയെ ഞങ്ങളുടെ അവസ്ഥ മാറി തുടങ്ങി. പഠിത്തത്തോടൊപ്പം ഞാൻ പാർട്ട് ടൈം ജോലി കൂടി ചെയ്തു തുടങ്ങി. പക്ഷേ മരണത്തിൽ പോലും ആ കൂട്ടുകാർ ഒന്നിച്ചപ്പോൾ മരണം കൊണ്ട് പോലും എന്നിൽ നിന്ന് അകന്നു പോകരുതെന്ന് ഞാൻ ആഗ്രഹിച്ച എൻ്റെ കൂട്ടുകാരിയെ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെട്ടു. അവൾ എവിടെയാണെന്ന് അവളുടെ വീട്ടുകാർക്ക് പോലും അറിവില്ലാതെയായി. അതിൻ്റെ 3 വർഷങ്ങൾക്ക് മുന്നേ ഒരു മഴക്കാലത്തുണ്ടായ ഉരുൾപൊട്ടലിൽ എൻ്റെയും അവളുടെയും കുടുംബങ്ങൾ ഒന്നിച്ചങ്ങ് പോയി. അന്ന് കോഴിക്കോട് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കായിരുന്ന ഞാൻ മാത്രം രക്ഷപ്പെട്ടു. അപ്പോഴും അവരെ ഒരു നോക്ക് കാണാൻ പോലും അവൾ മാത്രം വന്നില്ല. കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാണോ അതോ എല്ലാം അറിഞ്ഞിട്ട് വരാതിരുന്നതാണോ എന്നറിയില്ല. ഒരുപാട് അന്വേഷിച്ചു അവൾക്ക് വേണ്ടി. അവസാനം ചെന്നൈയിൽ നിന്നൊരു വിവരം കിട്ടി. അവിടെ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നെന്നും അവിടെ ഉണ്ടായിരുന്ന ഒരാൾ അവളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി അവളെ പിന്നെ ആരും കണ്ടിട്ടില്ല. പക്ഷെ എല്ലാവരെയും പോലെ എനിക്കങ്ങനെ അവളെയും ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം എനിക്കിന്ന് ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവൾ മാത്രമാണ്. വർഷങ്ങളോളം ഞാൻ അവളെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഞാൻ അവളെ കണ്ടെത്തി. ബാംഗ്ലൂരിലെ അഴുക്കുചാലിൽ സ്വന്തമല്ലാത്ത 2 പേർക്ക് സ്വന്തമായവൾ ജീവിക്കുന്നു. കണ്ടപ്പോൾ വിട്ടുകളയാൻ തോന്നിയില്ല. അല്ലെങ്കിലും വിട്ടുകളയാനല്ലല്ലോ. കഴിഞ്ഞ 8 വർഷം ഞാൻ അവളെ അന്വേഷിച്ച് നടന്നത്. ഇനിയും നിനക്കെന്നെ മനസ്സിലായില്ലേ അരുന്ധതി? കണ്ണു നിറച്ചുകൊണ്ട് ചങ്കു പൊട്ടും വിധമുള്ള അവൻ്റെ ചോദ്യം കേട്ടതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ നെഞ്ചിലേക്ക് വീണു. അഖി, നീ ആയിരുന്നോ ഇത്? ഞാനൊന്നും അറിഞ്ഞിരുന്നില്ലടാ. ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാ എൻ്റെ അമ്മയും അനിയത്തിയും ഞാൻ അറിഞ്ഞില്ലടാ. അവസാനമായി അവരെ ഒന്ന് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. തൻ്റെ നെഞ്ചിൽ കിടന്ന് പദം പറഞ്ഞ് കരയുന്നവളെ കണ്ടവൻ ഒന്നും മിണ്ടാതെ അവൾ പറയുന്നതെല്ലാം കേട്ട് ഉള്ളിലെ സങ്കടം മുഴുവൻ പെയ്തു തീരുന്നത് വരെ കേട്ടിരുന്നു. ഇതുപോലെ എന്നും നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന് അവൾക്ക് മനസ്സല്ലേ? ഉറപ്പ് നൽകിക്കൊണ്ടവൻ അവളുടെ നെറുകയിൽ പതിയെ മുത്തി. കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടവൻ പിന്നിലെ സീറ്റിൽ ചാരിക്കിടന്നുറങ്ങുന്ന ചഞ്ചലിനെ ഒന്ന് നോക്കിയ ശേഷം പുറത്തേക്ക് നോക്കി. ആ നിമിഷം അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കുകയായിരുന്നു അവൾ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ,
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്